ഏതൊരു കാലഘട്ടത്തിലെയും നവോത്ഥാനം എന്ന് പറയുന്ന സംഗതികൾ നിലനിൽക്കണമെങ്കിൽ, ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സമൂഹം നിലകൊള്ളണമെങ്കിൽ തീർച്ചയായും അവരിലുണ്ടായിരിക്കേണ്ടുന്ന കൃത്യമായ ഇടപെടലുകളാണ് ഇസ്ലാഹ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നിനെ മാറ്റിപ്പണിയലോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യലോ അല്ല. വിശ്വാസപരമായും ആദർശപരമായും ആചാരാനുഷ്ഠാനങ്ങളിലുമൊക്കെ കടന്നുകൂടിയിട്ടുള്ള ജീർണതകളെ പിഴുതുമാറ്റി സംശുദ്ധമായ അവസ്ഥയിൽ അവയെ സംസ്ഥാപിക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആനിലെ 19-ാമത്തെ അധ്യായം സൂറ മറിയമിൻ്റെ 59-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, പ്രവാചകന്മാരുടെ കാലശേഷം ഉണ്ടായിട്ടുള്ള അപജയത്തെ സംബന്ധിച്ച്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാഹ വത്തബഉശ് ശഹവാത്ത് ഫസൗഫ യൽഖൗന ഗയ്യ. ആ മുൻഗാമികൾക്ക് ശേഷം അവരുടെ പിന്നാലെ കടന്നു വന്ന തലമുറകൾ അവർ നമസ്കാരം പാഴാക്കുകയും ദേഹേച്ഛകൾക്ക് വിധേയമായി കൊണ്ടവർ പ്രവർത്തിക്കുകയും ചെയ്തതായി. ഇത്തരമൊരു കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന കൃത്യമായ ഉത്തരവാദിത്വം ആവർത്തിച്ച് പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ രേഖപ്പെടുത്തി, മാമിൻ നബിയിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മി വാരിയൂൻ, ഒരൊറ്റ പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല ചില അപ്പോസ്തലന്മാരായിട്ടുള്ള അനുയായി വൃന്ദം ഇല്ലാതെ. എന്നാൽ അവരുടെയും കാലശേഷം പിന്നീട് വന്ന തലമുറ യഖൂലൂന മാ ലാ തഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്തത് പറയുന്നവരും വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. അത്തരം ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തിൽ ജീർണതകൾ വരുമ്പോൾ ഒഴുക്കിനൊത്ത് നീതേണ്ടവരല്ല നവോത്ഥാനത്തിൻ്റെ ആളുകൾ എന്ന് കൃത്യമായി അതേ വചനത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ആവർത്തിക്കുന്നുണ്ട്. വമൻ ജാഹദഹും ബിയദി ഫഹുവ മുഅ്മിൻ. അപ്പോൾ ആരാണോ അവർക്കെതിരിൽ തങ്ങളുടെ കൈകൾ കൊണ്ട് ധർമ്മസമരം ചെയ്യുന്നത്, അവൻ തീർച്ചയായും അവനായിരിക്കും വിശ്വാസി. ആരാണോ നാവ് കൊണ്ട് വമൻ ജാഹദഹും ബിലിസാനി ഫഹുവ മുഅ്മിൻ, നാവ് കൊണ്ട് ആര് അവർക്കെതിരിൽ ധർമ്മസമരം നടത്തുന്നുവോ അവരും വിശ്വാസികളായിരിക്കും. വമൻ ജാഹദഹും ബി ഖൽബി, ആരാണോ അത്തരം ദൂഷ്യമായ പ്രവണതകളെ മനസ്സുകൊണ്ട് വെറുക്കുന്നവർ അവരും ഈ വിശ്വാസി ബന്ധത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കും. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദലിൻ, അതിനപ്പുറത്തേക്ക് ഈമാനിൻ്റെ ഒരു കണിക പോലും, കടുകുമണിയോളം ഈമാൻ ഇല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അത് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ്. ഒരുപാട് വിജ്ഞാന വെളിച്ചം ഈ കാലഘട്ടത്തിൽ സാധ്യമായിട്ടുണ്ട് നമുക്ക്. നമ്മൾ ബഹിരാകാശത്തേക്ക് വാഹനങ്ങൾ അയക്കുന്നവരാണ് നമ്മൾ. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എന്തുണ്ടായിട്ടും അവനവൻ്റെ അകക്കണ്ണിന് വെളിച്ചമില്ലാതായി പോയാൽ സ്വന്തം വ്യക്തിത്വത്തെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത, തൻ്റെ ഉത്തരവാദിത്വത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അസ്തിത്വ പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ഖുർആൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഖുർആനിലെ 24-ാമത്തെ അധ്യായത്തിലെ 40-ാമത്തെ വചനം അത്തരം അജ്ഞതയിൽ ആണ്ടുപോയ മനുഷ്യൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ആഴിക്കടലിൽ മുങ്ങിപ്പോയവനെ പോലെയാണവൻ. യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ, കടലിൽ മുങ്ങിപ്പോയ മനുഷ്യൻ്റെ